തക്കാളിയും മുട്ടയും ഉപയോഗിച്ച് ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷുമായിട്ടാണ് ഇന്ന് ദി ഹങ്കർ ട്രാവലർ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. 4 വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 2 തക്കാളി തൊലി കളഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. തക്കാളിയുടെ തൊലി കളയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മഞ്ഞുകാലം ആകുമ്പോൾ നമ്മളുടെ ഡൈജഷൻ വളരെ സ്ലോ ആവും. അപ്പോൾ നമ്മൾ ഈ തക്കാളി തൊലി കളഞ്ഞ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഡൈജഷൻ എളുപ്പമാക്കും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു സബോള നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, പിന്നെ കറിവേപ്പില, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 നുള്ളി പെരിഞ്ജീരകം. ഇവയാണ് നമ്മളുടെ മസാലപ്പൊടികൾ. പിന്നെ 2 പിടി തേങ്ങ അരച്ചിട്ട് നമ്മൾ 1-ാം പാൽ എടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ തന്നെ 2-ാം പാലും 3-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു മൺചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ആദ്യം തന്നെ വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും ചേർത്തിട്ട് ഒരു പകുതി മൂപ്പാവുന്നത് വരെ വഴറ്റിയെടുക്കണം. സബോള പകുതി മൂപ്പായിട്ടുണ്ട്. അതിലേക്ക് മല്ലിപ്പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, അതുപോലെ മുളക് പൊടി 2 സ്പൂൺ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണം മാറുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും തക്കാളിയും കൂടെ ഇതിനകത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി അലിഞ്ഞു പോകാൻ പാടില്ല, കഷ്ണങ്ങളായിട്ട് വേണം ഇതിനകത്ത് കിടക്കാനായിട്ട്. അതിലേക്ക് 1/4 സ്പൂൺ പെരിഞ്ജീരകവും 1/4 സ്പൂൺ ഗരം മസാലയും പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2-ാം പാലും 3-ാം പാലും ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ 3 മുട്ട പുഴുങ്ങിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കത്തി കൊണ്ട് വരഞ്ഞെടുക്കുക. നമ്മൾ കഷ്ണങ്ങളാക്കുന്നില്ല, ജസ്റ്റ് വരഞ്ഞെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ചാറൊക്കെ ഈ മുട്ടയുടെ ഉള്ളിലേക്ക് ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങും. അത് നമ്മളുടെ ഈ തിളയ്ക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് തിളപ്പിച്ച ശേഷം കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിൽ തൂവിയിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യാണ്. അതിനുശേഷം നമ്മളിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി നമ്മൾ ഒരു 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ തേങ്ങയുടെ 1-ാം പാൽ നന്നായിട്ട് ചുറ്റിച്ച് ഒഴിക്കുക. ഈ 1-ാം പാൽ തിളപ്പിക്കാനോ കാര്യങ്ങളോ ഒന്നും പാടില്ല. അതുകൊണ്ടാണ് സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയൊരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.